കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഫിലിം ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നത്. മമ്മൂക്കായുടെ ടർബോ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ജസ്റ്റ് ഒന്ന് മഴ മാറിയപ്പോൾ വൈഫും പിള്ളേരുമായി തൃപ്പയാറുള്ള വി മാളിലേക്ക് വിട്ടു. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇടിപ്പടം. തുടക്കം മുതൽ അവസാനം വരെ കിടിലിനിടി. പടം ഒട്ടും ബോറടിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കൊടുത്ത പൈസ വസൂലാണ്. ഫിലിം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ തൃപ്പയാറുള്ള റിലാക്സിൽ ബിരിയാണി കഴിക്കാൻ പോയി. ഞാൻ ബീഫ് ബിരിയാണിയും വൈഫും പിള്ളേരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കൂടെ പപ്പടവും സാലഡും പിന്നെ അച്ചാറും ഉണ്ട്. ഇനി ബിരിയാണി പ്ലേറ്റിലേക്ക് വിളമ്പിയാലോ? ടീസ്പൂണാണ് അവർ വിളമ്പാനായിട്ട് തന്നുള്ളത്. നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടാട്ടോ, അല്ലെങ്കിൽ ഇത് കഴിയില്ല. സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ദം ബിരിയാണിയാണ്. നല്ല മസാലയൊക്കെ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആദ്യം ഞാൻ ബീഫിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ആ സാലഡും ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാമല്ലോ. ചോറാണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയും. ബിരിയാണി കഴിക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ബീഫാണെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാനായിട്ട്. റൈസാണെങ്കിലും ബീഫാണെങ്കിലും അത് രണ്ടും കൂടി ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ മോൻക്ക് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി എന്നൊരു പീസ് എടുത്തിട്ട് അവൻ എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂട്ടി കഴിച്ചു നോക്കണമല്ലോ. ആദ്യം ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആ ബീഫിൻ്റെ മസാലയിൽ ഇങ്ങനെ വെച്ചിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പപ്പടം എടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കുറച്ച് സാലഡും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ കഴിക്കാനായിട്ട്. ബീഫിൻ്റെ പോലെ തന്നെ ചിക്കനും അടിപൊളിയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കൻ. മമ്മൂക്കയുടെ ടർബോ ആണോ അതോ റിലാക്സിലെ ബീഫ് ബിരിയാണിയാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ പറയാൻ കഴിയില്ല. രണ്ടും കിടിലനാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.